മലയാള സിനിമയിൽ ആദ്യമായി ഒരു കംപ്ലീറ്റ് മെഡിക്കൽ ത്രില്ലർ ചിത്രമായി അബ്രഹാം ഓസ്ലർ മാറി. അഞ്ചാം പാതിരയുടെ സംവിധായകൻ മിഥുൻ മാനുവൽ തോമസിന്റെ കരിയറിലെ മറ്റൊരു വഴിത്തിരിവായിരിക്കും ഈ ചിത്രം എന്നതിന് സംശയമില്ല. അതുപോലെ തന്നെ നടൻ ജയറാമിന്റെ ഇതുവരെ കാണാത്ത ഒരു കഥാപാത്രവും ചിത്രവുമാണ് അബ്രഹാം ഓസ്ലർ. ചിത്രം സമ്പൂർണ്ണമായും മെഡിക്കൽ ഫീൽഡുമായി ബന്ധമുള്ള കഥാപശ്ചാത്തലം തന്നെയാണ്. ചുരുങ്ങിയ വാക്കുകളിൽ ലക്ഷണമൊത്ത ഒരു മെഡിക്കൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഇമോഷണൽ ത്രില്ലർ എന്ന് വിളിക്കാം ഓസ്ലറിനെ. ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അബ്രഹാം ഓസ്ലർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനായാണ് ചിത്രത്തിൽ നായക കഥാപാത്രം. വ്യക്തിജീവിതത്തിലെ ചില തകർച്ചകൾ നേരിട്ട് ഔദ്യോഗിക ജീവിതവും തകർന്നു നിൽക്കുന്ന ഓസ്ലറുടെ മുന്നിലേക്ക് അത്യധികം ദുരൂഹത നിറഞ്ഞ ഒരു കേസ് എത്തുന്നു. അതിനു പിന്നിലെ ചുരുളഴിക്കുന്നതിനായി അദ്ദേഹം നടത്തുന്ന അന്വേഷണമാണ് സിനിമ. കുറ്റാന്വേഷണ സിനിമകളുടെ ഒരു പ്രളയം തന്നെയായ ഇക്കാലത്ത്, അത് OTTയിലായാലും തിയേറ്ററിലായാലും പലതരം ത്രില്ലർ ചിത്രങ്ങൾ ഇറങ്ങുന്ന ഇക്കാലത്ത് വളരെ വ്യത്യസ്തമായി ചിന്തിച്ചെങ്കിലേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓസ്ലർ ഒരു വിജയം തന്നെയാണ്. മലയാളത്തിൽ അത്ര പരിചയിച്ചിട്ടില്ലാത്ത മെഡിക്കൽ പശ്ചാത്തലത്തിൽ തന്നെ തുടങ്ങുന്നു ചിത്രത്തിൻ്റെ വ്യത്യസ്തത. മെഡിക്കൽ വിദ്യാർത്ഥികളും അവർ കൈകാര്യം ചെയ്യുന്ന കേസുകളും ഉപയോഗിക്കുന്ന വാക്കുകളുമെല്ലാം പ്രേക്ഷകനിൽ പുതുമയുടെ കാഴ്ചാനുഭവം സമ്മാനിക്കുന്നതിൽ ഓസ്ലർ വിജയിച്ചിട്ടുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ചിത്രത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്നത് കാണികളിൽ ഓരോ നിമിഷവും ആകാംക്ഷ നിറച്ച് അവനെ പിടിച്ചിരുത്തുക എന്നതാണല്ലോ. ഇവിടെ സംവിധായകന് അതിന് സാധിച്ചിട്ടുണ്ട്. കൃത്യമായ ഇടവേളകളിൽ പ്രേക്ഷകനിൽ ആകാംക്ഷ നിറയ്ക്കാൻ ചിത്രത്തിനായിട്ടുണ്ട്. പ്രേക്ഷകന്റെ ചിന്തകൾക്കപ്പുറം മുന്നേറുന്ന കഥാഗതിയാണ് സിനിമയുടേത്. ചിത്രത്തിൽ അഭിനയിച്ച ഓരോ നടീനടന്മാരെയും അവരുടെ കരിയറിൽ ഇതുവരെ ചെയ്യാത്ത തരം വേഷങ്ങളിലാണ് സംവിധായകൻ അണിനിരത്തിയിരിക്കുന്നത്. ഇത്രയധികം പ്രമുഖ താരങ്ങൾ അവരുടെ ഇമേജ് ബ്രേക്കിംഗ് കഥാപാത്രങ്ങൾ ഒരേ ചിത്രത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ടൈറ്റിൽ കഥാപാത്രമായ ജയറാം അതിഗംഭീരമായ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കഥാപാത്രത്തിന്റെ ഓരോ അവസ്ഥകളും ജയറാമിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. ജഗദീഷ്, അർജുൻ അശോകൻ, സൈജു കുറുപ്പ്, കുമരകം രഘുനാഥ്, സെന്തിൽ കൃഷ്ണ, അനൂപ് മേനോൻ, അനശ്വര രാജൻ, ദിലീപ് പോത്തൻ എന്നിവരും കരിയറിലെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത നടൻ മമ്മൂട്ടി ഈ ചിത്രത്തിൽ ഒരു പ്രധാന റോൾ ചെയ്തിട്ടുണ്ട് എന്നതാണ്. അബ്രഹാം ഓസ്ലർ എന്ന സിനിമയെ ഇത്രയധികം ത്രില്ലിംഗ് ആക്കുന്നതിൽ സംഗീതത്തിനും പശ്ചാത്തല സംഗീതത്തിനുമുള്ള പങ്ക് എടുത്തു പറയേണ്ടതാണ്. മിഥുൻ മുകുന്ദനാണ് പശ്ചാത്തല സംഗീതം നൽകിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത് തേനി ഈശ്വറാണ്. ഷമീർ മുഹമ്മദാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. ത്രില്ലർ സിനിമകൾ ചെയ്തിട്ടുള്ള സംവിധായകൻ അതേ പാറ്റേണിൽ പുതിയ ഒരു ചിത്രം ചെയ്യുമ്പോൾ സ്വാഭാവികമായും പ്രേക്ഷകർ മുൻ ചിത്രവുമായി താരതമ്യം ചെയ്യും. ഇവിടെ മിഥുൻ മാനുവലിന്റെ തന്നെ മുൻ ചിത്രമായ അഞ്ചാം പാതിരയുമായിട്ടാണ് പ്രേക്ഷകർ താരതമ്യം ചെയ്തത്. പക്ഷേ ആ താരതമ്യം അസ്ഥാനത്താണെന്നാണ് ഓസ്ലർ തെളിയിക്കുന്നത്. ഒരേ സംവിധായകൻ എന്നതൊഴിച്ച് ഈ രണ്ട് ചിത്രങ്ങളും രണ്ട് രീതിയിൽ ചെയ്തിട്ടുള്ളവയാണ്. മറ്റൊരു പ്രത്യേകത, ഡോക്ടർ രൺധീർ ഈ ചിത്രത്തിലൂടെ മലയാളത്തിലെ മുൻനിര കുറ്റാന്വേഷണ തിരക്കഥാകൃത്തായി മാറിയാലും അതിശയിക്കാനില്ല. അത്രമാത്രം വ്യത്യസ്തമായിട്ടാണ് ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. എല്ലാം കൊണ്ടും ഒരു മെഡിക്കൽ ത്രില്ലർ ചിത്രമാണ് ജയറാം നായകനായ അബ്രഹാം ഓസ്ലർ എന്നതിൽ ഒരു സംശയവുമില്ല.